social media is valid. It is just fake or real. കഴിഞ്ഞ 2-3 ദിവസങ്ങളോളമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമായി നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യപ്പെടുമോ എന്നത്. എന്നാൽ ഒറ്റയടിക്ക് ഇതിന് ഉത്തരം പറയാം. അത്ര പെട്ടെന്ന് ഇത് ഉപേക്ഷിച്ച് ബാൻ ചെയ്യപ്പെട്ട് കളയാവുന്ന ഒരു ചെറു മീനുകളല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോഷ്യൽ മീഡിയ നമ്മുടെ രാജ്യത്ത് നിന്നും ഇനി ബാനാവുകയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ് 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനും OTT പ്ലാറ്റ്ഫോംസിനും അയച്ചിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അവകാശപ്പെടുന്നത്, അതായത് അവർ പറയുന്നത്, ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനൊക്കെ ഒരു റെഗുലറി ബോർഡ് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് എന്ത് പോസ്റ്റ് ഇട്ടാലും ആരും അതിന് ഉത്തരവാദിയല്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു നിലവിലെ ഒരു റെഗുലറി ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനും ഒരു ആളെ നിയമിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു രാജ്യദ്രോഹമായിട്ടുള്ള ഒരു ഫേക്ക് പോസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് രാജ്യം, അതായത് ഗവൺമെൻറ് പറയുമ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരാളെ നിയമിക്കണം എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമം, ഇന്ത്യൻ നിയമം ആരും പാലിക്കാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ബാൻ ചെയ്യും അങ്ങനെയുള്ള മറ്റു റിപ്പോർട്ടുകളും ന്യൂസുകളും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അത് ഒരിക്കലും ബാൻ ചെയ്യപ്പെടില്ല. കാരണം എത്രയോ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇതിൽ നമുക്ക് അവർ ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും ഫേസ്ബുക്കൊക്കെ വലിയ വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളാണ്. ഇത് തന്നെ അങ്ങനെ ഒരിക്കലും നമുക്ക് ബാൻ ചെയ്യുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമേ അല്ല. ഈ ഗവൺമെൻറ് നയം എന്ന് പറയുന്നത് ഒരാളെ നിയമിക്കണം എന്നാണ്, അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നതാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് തോന്നിയതുപോലെയുള്ള പോസ്റ്റുകളും നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുകയല്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹമായിട്ടുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഫേക്ക് പോസ്റ്റുകളോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് മേൽ സോഷ്യൽ മീഡിയ ആക്ട് പ്രകാരം നമുക്ക് മേലുള്ള നിയമ നടപടികൾ ശക്തമായിട്ട് നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ ബാനിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളൊന്നും നമ്മുടെ രാജ്യത്തു നിന്നും ബാനാവുകയില്ല. ഈ ഒരു നിയന്ത്രണമാണ് ഇതിനു മുന്നിൽ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിയന്ത്രണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.